എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം. ഇത് ഹോട്ടൽ ഹയാത്തിലെ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. എൻ്റെ ഒരു ചേച്ചി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കുക്ക് ചെയ്ത് തരും. സാധാരണ എല്ലായിടത്തും ഉണ്ട് അപ്പം കുക്ക് ചെയ്യുന്ന സ്ഥലം, ഇഡ്ഡലി. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ വെള്ളം വീഴുന്നത്. ഇത് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നല്ല കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പപ്പടം, പുട്ട്, അരിപ്പുട്ട്, വെള്ളയുണ്ട്, ചോപ്പുണ്ട്, പഴം. ഞാനിത് തുറന്ന് കാണിക്കാൻ കണ്ടോ. ഇതെന്താണിത്? ഇത് പയറ് കറിയാണ്. ഇതെന്താണ്? ഇത് ചിക്കൻ. ഇത് വേണ്ട മുട്ട, കുറേ കറി. ഇപ്പം അടയ്ക്കാറായി കേട്ടോ. ഞാനിതിപ്പോൾ ഇപ്പോഴാണിത് വന്നത്. ഇത് വേണ്ട വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് കൊള്ളാൻ തോന്നുന്നു. ഞാനിപ്പം വിചാരിച്ച് അടയ്ക്കുന്നതിന് നമുക്കൊന്ന് ഒരു ചെറിയൊരു ഇത് കണ്ട്. ഇത് ഉപ്പുമാവാണ്. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഉപ്പുമാവെന്ന് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കണ്ടിട്ട്. ഇതെന്തോന്നോ ക്യാരറ്റിൻ്റെ എന്തോണ്, അത് തീർന്നു. ഇതാണ് ഇവരുടെ വലിയ കിച്ചൺ. ഇതിനകത്ത് എന്താണോ ഉണ്ട്, ഇതെന്താണോ ഉണ്ട് കലത്തിനകത്ത്. എന്തോ സാമ്പാറാണ് കേട്ടോ, സാമ്പാർ. ഇവിടെ കുറേ സാധനം, മുളക് അല്ല മാങ്ങ, പുളിശ്ശേരി, അതൊക്കെ. പിന്നെ ഇവിടെയുണ്ട് കുറേ. ഇതെല്ലാം ഇപ്പോൾ തീർന്നു കേട്ടോ. ഞാൻ പിന്നെ തീരുമ്പോഴാണ് വിചാരിച്ചെങ്കിൽ എടുക്കാം. ഇത് കണ്ടോ, ഇത് രസവടയാണ്. നോക്കിയേ കണ്ടോ, രസവട. ഇത് എന്താണോ എന്തോ, ഇത് നോക്കട്ടെ എന്താണെന്ന്. ഇതും സാമ്പാറാണെന്ന് തോന്നുന്നു. എന്തോ എനിക്കറിഞ്ഞൂടാത്. മറ്റേ കലത്തിലെന്തോ സാമ്പാറാണെന്ന് തോന്നുന്നു. ഇന്നതാണ്ട് ഇവിടെ കുറേ കുട്ടികളുടെ സാധനങ്ങൾ നമ്മളൊക്കെ കഴിക്കുന്നത് തന്നെ, പാലിലൊക്കെ ഇട്ട് കഴിക്കുക. അതൊക്കെ മറന്നുപോയി പേര്. ഇത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് ഇഡ്ഡലി മൂടി വെച്ചിരിക്കുന്നുണ്ടോ, ആരും എടുത്തില്ല. ഇഡ്ഡലി പാത്രം എന്താ കണ്ടോ, അത് ഇഡ്ഡലി. പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്. ഇത് ചമ്മന്തിപ്പൊടി. ഇത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള എണ്ണ. പിന്നെ അതിൻ്റെ പച്ചയല്ല. ഇവിടെ ഫോറിനേഴ്സൊക്കെ ഒത്തിരി പേര് വരില്ല. അവർക്കൊക്കെ ഇതൊക്കെയാണ്. ക്ലോസ് ചെയ്യാൻ പോകണം കേട്ടോ കിച്ചൺ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോകണം. ഇതെന്താണോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കഴിക്കാനുള്ള വല്ലതാണോ എന്തോ. ഇതെന്താ ഇത്? ഡിസ്പ്ലേ ആണ്. ഇത് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. തോന്നും വേണമെങ്കിൽ ഒരെണ്ണം പിച്ച് കഴിക്കാമെന്ന് കേട്ടോ. ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലോസ് ചെയ്തവർ. ഞാൻ പിന്നെ അങ്ങനെ ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. വേണ്ട എൻ്റെ ചേച്ചി, ഇതാണ് എൻ്റെ ചേച്ചി ഇരിക്കുന്നത്. മറ്റേത് എൻ്റെ കസിനാണ്. ഞങ്ങളുടെ ടേബിളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇതെൻ്റെ ചേച്ചി ഫ്രം മലേഷ്യ. ചേച്ചിയുടെ മകനും വൈഫും ഉണ്ട്. വെൽക്കം. ഇതെൻ്റെ ഇവിടുത്തെ കസിനാണ്. ഞങ്ങൾ മൂന്നും കൂടെയാണ് ഇവിടെ വന്നത്. പിന്നെ ചേച്ചിയുടെ മകൻ ഡോക്ടറാണ്, മരുമകനും ഡോക്ടറാണ്. അവർ റൗണ്ട് അടിക്കാൻ പോയിരിക്കുന്നത്. ഞങ്ങളിനി പുറത്തൊക്കെ പോകും. അപ്പോൾ എല്ലാം പിന്നെ ടേബിളെല്ലാം ഒഴിഞ്ഞു. 10:30 ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അപ്പം ഞങ്ങളതിന് മുമ്പ് ഞങ്ങൾ ചേച്ചി ഇവിടെ അല്ലേ താമസം. ഞങ്ങൾ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ 10 ആയി. ഇനിയിപ്പം അതായത് നോക്കി നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല ഇത് മറ്റേ എന്തോ ഒരു ഇത് ബ്രോക്കൺ ഹാർട്ടാണ്. ബ്രോക്കൺ ഹാർട്ടിൻ്റെ ലീവ്സാണിത്. ഭംഗിയുണ്ടല്ലോ. എന്നാൽ ഇവിടെയും ഉണ്ട്. 2 സ്ഥലത്തായിട്ടാണുള്ളത്. ഇവിടെ എല്ലാവരും എല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല ഫ്ലവർ, നല്ല ഡെക്കറേറ്റ്, നല്ല ഭംഗിയാണ് കേട്ടോ ഹയാത്ത് ഹോട്ടൽ. പക്ഷേ ഭയങ്കര വലിയ ഹോട്ടലാണ് കേട്ടോ. എയർപോർട്ടിനെക്കാട്ടിയും വലുതായിട്ട് എനിക്ക് തോന്നി. ഇതിപ്പം വെറും ഡൈനിങ് ഹാൾ മാത്രമാണ്. നമുക്കിനി അങ്ങോട്ടൊക്കെ കാണിക്കാം. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കാണിക്കാം. എല്ലായിടത്തും ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഇലയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ബോളിലെ ഇനിയും നമ്മൾ കണ്ട ഈ ഡിസ്പ്ലേ നല്ല അല്ലേ. കണ്ടാൽ തോന്നും ബിസ്ക്കറ്റാണെന്ന് തോന്നും. കണ്ടോ, ഒന്ന് തൊട്ട് നോക്കാം. കണ്ട ബിസ്ക്കറ്റ് തൊട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇത് ഡിസ്പ്ലേ ആണെന്ന്. അല്ലെങ്കിൽ നമുക്ക് തോന്നും ബിസ്ക്കറ്റാണെന്ന്, കേക്കോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിക്കും. 2 ഉണ്ട് ഡിസ്പ്ലേ. ഇവിടെ ഫ്രൂട്ട്സൊക്കെയാണ്. എൻ്റെ വാട്ടർ മെലോൺ, അപ്പുറത്ത് പൈനാപ്പിള്, പപ്പയ. ഇതും പപ്പയ്ക്ക, 2 സൈസ് പപ്പയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞു. വേണ്ട
അപ്പോൾ ഒരു കോഫിയും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇനി ആ കോഫി എല്ലാം കുടിച്ച് വേണ്ട ചേച്ചി വഴക്ക് പറയുന്ന കേട്ടോ. ഓർഡർ ചെയ്യാൻ പോയിട്ട് അവിടെ നടക്കാൻ മതി. ചേച്ചി ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതെൻ്റെ കസിൻ. ഇപ്പോൾ നമുക്കിനി ബാക്കി നമുക്ക് വെളിയിലോട്ട് പോകുമ്പോൾ എടുക്കാം. ഇപ്പം നിർത്തിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കോഫി കൊണ്ടുവന്നപ്പോൾ കോഫി കുടിച്ചത് ഇവിടുത്തെ കുപ്പികളൊക്കെ കൊള്ളാം കണ്ടോ. വെള്ളം വയ്ക്കുന്ന കുപ്പികൾ കണ്ടോ. അതൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റിയാണ്. ടേബിളിൽ നമ്മൾ മറ്റേ മിനറൽ വാട്ടർ വയ്ക്കുന്നതിന് വരെ ഇതിലാണ് വെള്ളം. ഇങ്ങനെല്ലാം ഹയാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഹയാത്ത് റീജൻസി. ശരി, ഞങ്ങൾ കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞ് പതുക്കെ പുറത്തോട്ട് പോവുക. ഇതാണ് കാപ്പിപ്പൊടിയുടെ കൗണ്ടർ. ഇത് ഹയാത്തിലെ റിസപ്ഷനാണ്. ലോബി. രജിസ്ട്രേഷൻ. ചേച്ചി ഇവിടെ എന്തോന്നാണ്? ഇവിടെയും കോഫിയൊക്കെ കുടിക്കുന്നത്. ഓ ഇതും ഒരു ഇവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു വെച്ച് ഇവിടെ കഴിക്കാമെന്നാണ് ചേച്ചി പറയാൻ. ഇതിവിടുത്തെ ലോബിയാണ്. നമ്മളിനി അങ്ങ് റൂമിൽ പോയിട്ട് പിന്നെ റൂമിലോട്ട് പോയി. ഇത് ലോബിയുടെ ആൾക്കാരാണ്. റിസപ്ഷൻ്റെ 2 പേരുണ്ട്. ലോബിയുണ്ട്. ലോബിയിൽ നിന്ന് കണ്ട് അവിടെ കേക്കും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിക്കാനുള്ള സ്ഥലമാണത്. മറ്റേ റെസ്റ്റോറൻ്റ് അങ്ങകത്താണ്. ഇത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം എന്തോ 50 കേക്ക്സും പിസ്താസിനൊക്കെ പാസ്ട്രീസ് ഇതാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. നമ്മൾ നേരെ ചേച്ചിയുടെ റൂമിലേക്ക് പോകാൻ പോവുകയാണേ. റൂമൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ PL പൂൾ ലെവൽ, ML മെസനൈൻ ലെവൽ. ഇതും കൊള്ളാം. എന്താ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ട് പോലെ തോന്നുന്നുണ്ട് ഹയാത്ത്. പിന്നെ റൂമിൽ പോകാൻ ചേച്ചി. ഇതാണ് ലിഫ്റ്റ്. ചേച്ചി തന്നെ പോയി ലിഫ്റ്റിൽ കുത്തി. നമ്മൾ ചേച്ചിയുടെ റൂം 3ലാണ്. അപ്പുറത്തെ ലിഫ്റ്റ് തുറന്നു. നമ്മൾ ലിഫ്റ്റിലോട്ട് കയറാണ്. 304. ഇവിടെ നിന്ന് അങ്ങനെ എടുക്കുമ്പം എൻ്റെയും കാണാം, എല്ലാം കാണാം. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഓൾ മിറേഴ്സ്. ഇപ്പോൾ ഡബിൾ അടിച്ചാണ് കാണുന്നത്. നോക്ക് ചേച്ചി, എത്ര എണ്ണം നോക്ക്. ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്, ലൈറ്റ്സ് നല്ല രസമുണ്ട്. ലിഫ്റ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ഉണ്ട്. ചേച്ചി അമ്മക്കില്ലേ തീരി? പിന്നെ ഗ്രൗണ്ടിൽ തന്നെ കിടക്ക. ചേച്ചി കാർഡ് ഇടാതെ ലിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പോയില്ല. അങ്ങനെ ഇപ്പോഴാണ് കാർഡ് ഇട്ടത്. നമ്മൾ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഹൈ സെക്യൂരിറ്റി. ലിഫ്റ്റ് തുറന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ചേച്ചിയുടെ 304 ആണ്. അപ്പം നമ്മൾ തന്നെ ഇവിടെ 301, 2, 12 ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോകുന്നു. 301 to 3012 വരെ. 304. ചേച്ചിയാണ് ഫ്രണ്ട് നടന്നു പോകുന്നതണ്ട. ബാഗും ഒക്കെ തൂക്കി. പോട്ട് ചേച്ചി അങ്ങോട്ട് തന്നെ വാ. ചേച്ചി ഇങ്ങനെയാണ് തെറ്റുമല്ലോ ചേച്ചി. ഇപ്പം ചേച്ചി തെറ്റിപ്പോകും. ഒറ്റയ്ക്ക് വന്ന് അല്ല ചേച്ചി ബാ ചേച്ചി. ഇതാണ് ചേച്ചിയുടെ റൂം. ചേച്ചിക്ക് റൂം തെറ്റിപ്പോയി കണ്ട. 304 ആണ് ചേച്ചിയുടെ റൂം. ചേച്ചി വന്നാൽ കാർഡ് ഇടുമ്പം കാർഡ് തൊട്ടു. യെസ്, നമ്മൾ റൂമിലോട്ട് കയറുന്നു. ചേച്ചി കാർഡ് ഇട്ടു. നമ്മൾ ചേച്ചിയുടെ റൂം. ചേച്ചിക്ക് ഇന്ന് പോവുകയാണ് തിരിച്ച് മലേഷ്യയിലേക്ക്. അപ്പം
ഇത് ടോയ്ലറ്റാണ് കേട്ടോ. ടോയ്ലറ്റിൻ്റെ അകം കാണണം, അതാണ് കാണേണ്ടത്. പിന്നെ ഇതൊക്കെ കാണിക്കും. ഈ ചേച്ചി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്, പാക്കിങ്. അപ്പോൾ ഇതാണ് റൂം. ഇത് ചേച്ചി പാക്ക് ചെയ്യാനായിട്ട് ബാഗൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കമ്മീഷണർ ഓഫീസ്. എനിക്ക് തോന്നുന്നു ഈ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു. ഇനി നമുക്കിനി പുറത്തിറങ്ങുമ്പോൾ പിന്നെ കാണാം. ഞങ്ങൾ വീണ്ടും റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് പോകാനായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിലാണ്. ചേച്ചിയുടെ സൺ, ഡോട്ടറിനിലോ, പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ പുറത്ത് പോകാൻ പോകുന്നു. നമ്മൾ വീണ്ടും പഴയ ലോബിയിലൂടെ ഞങ്ങൾ നേരെ ലൂലു മോളിലോട്ട് പോകാൻ പോവാണ് ഇവിടുന്ന്. അപ്പം നമ്മളിതേ ലോബിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പുറത്ത് ഒരു വലിയ കുഴപ്പക്കാരനാണ്. നമ്മൾ ലോബിയിൽ കൂടെ പോയി നമ്മൾ ലോബിയിൽ നിന്ന് ഗൗരി ഇത് ഗൗരിയാണ് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസറാ. ഗൗരി, യു ആർ ഫ്രണ്ട് ഓഫീസർ. ജോബിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ ഏതോ VIP വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളിതേ പുറത്തിറങ്ങുമ്പോഴില്ലേ ഏതാണ്ട് അവിടെ കിച്ചണിൽ മറ്റേ നമ്മുടെ ഡൈനിങ് ഹാളിൽ കാണിച്ച പോലെ വെള്ളം വന്ന് വീഴുന്ന എൻ്റെ ചേച്ചിയുടെ മോനും മരുമോളും മുമ്പ് ഇറങ്ങി, നമ്മൾ ഇറങ്ങിയതാണ് ഇങ്ങനെ വരുന്നത്. നമ്മളുടെ ഇവിടെ ഏതോ മിനിസ്റ്റർ വന്നിട്ടുണ്ട്, തമിഴ്നാട് മിനിസ്റ്ററെ. അപ്പം നമ്മളുടെ കാറിൻ്റെ അടുത്തേക്ക് ഇതാണ് അതിൻ്റെ ലോബി. ഇത് ഹോട്ടലിൻ്റെ സൈഡാണ്. ഇതാണ് നമ്മളുടെ കാറ്. അവർ ഇവിടുന്ന് പത്തനാപുരത്തു നിന്നേ വന്ന കാർ. ഇത് എവിടെയാണ് നമ്മളിരിക്കുന്നത്, നമ്മുടെ സീറ്റിംഗ്? നമ്മളിപ്പോൾ ഇനി ഇവിടെ എന്താണ് ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഹയാത്ത് ഏതോ മിനിസ്റ്ററും കണ്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ലൂലുവിലെത്തിയിട്ട് കാണാം. ഓക്കെ.